തേടിയ ലതതെ കാലി ചുറ്റി. ആയേ കീർത്തിക്ക് പിതാശ്രീ ആയേനാ. അതെ അങ്ങളെ, അങ്ങളിങ്ങ് വന്നേ. ഇവിടെ എല്ലാവർക്കും ഒരു സംശയം. വാ. ഇരിക്കണം. ആമാരി സംസാർ കേട്ടില്ലേ? ഞാൻ പറഞ്ഞൊക്കെ സത്യമല്ലേ? സച്ചേനാ? അതെ, എല്ലാം സത്യമാണ്. എന്റെ ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധത്തിലുണ്ടായതാ ശില്പ. അങ്ങനെയാണെങ്കിൽ തന്നെ ഡാഡിയുടെ മകള് ശില്പയല്ലേ? കീർത്തി എന്തിനിവിടെ പ്രതിഷ്ഠിക്കണം? എന്റെ ഭാര്യയുടെ ആഗ്രഹപ്രകാരമായിരിക്കും ശില്പ ഈ കല്യാണം നടത്തിയത്. ശില്പ ഒരു വിഷവിത്താണെന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. ഇപ്പൊ കീർത്തിയെ മിഥുൻ ബേട്ടയുടെ പത്നിയാക്കി ഇപ്പൊ ദേ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു. ഭാവിയില് സ്വന്തം ബേട്ടി ശില്പയെയും കൊണ്ടുവരും. ഈ പാവ അങ്കിളിനെ അടിച്ച് പുറത്താക്കി മിക്കവാറും എന്റെ അമ്മായിയമ്മയും ഇങ്ങോട്ട് കൊണ്ടുവരും. ആ പ്രിയംവദ ചൈത്ര ബേട്ടയുടെയും ആര്യം ബേട്ടയുടെയും മാതാശ്രീയാവും. ദേ നിങ്ങൾ അവളെ മമ്മീന്ന് വിളിക്കേണ്ടി വരും. ഇതൊന്നും എന്റെ മോൾക്ക് അറിയില്ല. എന്റെ മോളൊരു പാവാ. അവളോട് വിരോധമൊന്നും തോന്നരുത്. ഗോകുമാർ വിഷമിക്കൊന്നും വേണ്ട. കീർത്തിക്ക് ഒരു കുറവും ഉണ്ടാവില്ല. പോട്ടെ അങ്കിൾ. അങ്കിളിന്റെ വൈഫും SP അങ്കിളും ശില്പയും ചേർന്ന് നമ്മളെ എല്ലാരും അങ്ങ് ചതിച്ചു. അത് ഓർമ്മയുണ്ടായിരുന്നാ മാത്രം മതി. പോയി റെസ്റ്റ് കരോ. അച്ഛൻ ഈ പാവ അങ്കിളിലൊന്ന് ആശ്വസിപ്പിക്ക. ആകെ തകർന്നിരിക്കുന്ന മനുഷ്യനാ. ഒരല്പം കരുണയോടെ പെരുമാറൂ. ഗോകുമാർ വരൂ. ആര്യം ബേട്ടയും ചൈത്ര ബേട്ടയും തഴഞ്ഞ് പൂരാ സ്വത്തും ശില്പ ബേട്ടിക്ക് കൊടുക്കും. അതോടെ പയ്യയുടെ സമ്പത്തെല്ലാം പുരാനി പ്രിയതമ്മയ്ക്ക് ചെന്നു ചേരും. ഈ SP ഗ്രൂപ്പിന്റെ ആസ്തികളിൽ പിടിമുറുക്കാൻ വേണ്ടിയാ ആ ശില്പയെ SP അങ്കിളും ചേർന്ന് കീർത്തി എന്റെ തലയിൽ കെട്ടിവെച്ചത്. പക്ഷെ അതിനുവേണ്ടി കീർത്തി ഗർഭിണിയാണെന്ന കള്ളക്കഥ പോലും മെനയൊന്ന് ഞാൻ കരുതിയില്ല. ഈ ലക്ഷ്യങ്ങളൊന്നും നടക്കില്ല. ഇപ്പൊ തന്നെ ഞാനിതെല്ലാം ഡാഡിയോട് ചോദിക്കും. ചൈത്ര ബേട്ടി ഇപ്പൊ പ്രതികരിച്ച വയ്യ വാശിക്ക് സ്വത്തുക്കളെല്ലാം അവൾക്ക് കൊടുത്താലോ? നമ്മള് ബുദ്ധിപൂർവ്വം മുന്നോട്ട് നീങ്ങണം. ഒറ്റക്കെട്ടായി നിന്ന് എല്ലാത്തിനെയും ഇവിടുന്ന് പുകച്ച് പുറത്തിയാടിക്കണം. സബീക്കോ ചവിട്ടി പുറത്താക്കണം. അങ്കിളുമായിട്ട് നേരിട്ട് നിന്ന് ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ വേണ്ടത് ഒളിപ്പോരാ. മറഞ്ഞു നിന്ന് ശത്രുക്കൾക്കെതിരെ 8ന്റെ പണി കൊടുത്തോണ്ടേയിരിക്കണം. ഹരേ ഭഗവാൻ, തൽക്കാല സമാധാനമായി. മമ്മിയുടെ കഥ കലക്കി. ഈ കഹാനി നഹി സച്ച്. ശില്പയുടെ പിത ഭയ്യ തന്നെയാ.
മിഥുനേട്ടനുമായിട്ട് നിനക്ക് എത്ര നാളത്തെ പരിചയമുണ്ട്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? 1.5 മാസമായിട്ട് അറിയാം. ഓ, അത്രയും കാലത്തെ പരിചയം വെച്ച് നീ അങ്ങ് പ്രഗ്നന്റ് ആയോ? വെരി ഫാസ്റ്റ്. അതോ വേറെ ആരുടെയെങ്കിലും പ്രഗ്നൻസി മിഥുനേട്ടന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയാണ്? പിന്നെ കീർത്തി പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം നമ്മളല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല. പറയടി, നീ പ്രഗ്നന്റ് ആണോന്ന്? അല്ല. അപ്പൊ മിഥുനേട്ടനെ ഇതിൽ കുടുക്കിയതാ. നീ പ്രഗ്നന്റ് അല്ലെങ്കിൽ പിന്നെ എന്തിനാടി നീ നിന്റെ ചേച്ചി നാടകം കളിച്ചിവിടെ കയറി പറ്റാൻ നോക്കിയത്? ഇത് ചൈത്രയുടെ സാമ്രാജ്യമാണ്. ഇവിടെ അതിക്രമിച്ചു കയറി സുഖിച്ചു ജീവിക്കാന്ന് നീയോ നിന്റെ കുടുംബക്കാരോ കരുതണ്ട. ഒരു കാലത്തും നിനക്ക് ഞാൻ സ്വസ്ഥത തരില്ല. ജീവനും കൊണ്ട് നീ ഇവിടെ നിന്ന് ഓടും. എല്ലാത്തിനെയും ഞാൻ തീർക്കും. ഈ കല്യാണം നടത്തിയത് ചൈത്രയുടെ ഡാഡിയാ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി. വെറുതെ ഇവളോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഞാൻ ആരോട് എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നേ ഞാനാ. ഇവിടേക്ക് വലിഞ്ഞു കയറി വന്ന നീ അല്ല. അവക്കിട്ട് മാത്രമല്ല, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ യഥാർത്ഥ ശത്രു ഇവളല്ല, നീയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. You are booked. ചൈത്ര പറഞ്ഞതാ. തെറ്റുകാരി ഞാനല്ലേ? പിന്നെന്തിനാ ആ ചേച്ചി എന്റെ ചേച്ചി പഴിക്കുന്നേ? ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കുഴപ്പങ്ങൾ ഇവിടെയുണ്ട്. ഞാൻ SP അങ്കിളുമായിട്ട് സംസാരിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം.